ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ 36 വീക്ക് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു 35 വീക്സിൽ എനിക്ക് വന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഇത് കുറേ പേർക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണിനെ കുറിച്ചൊക്കെ പറയാനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ 36 വീക്ക് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഒരു 35 വീക്സ് ഒക്കെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ ഈ അടിവയറിൽ നിന്ന് പെയിൻ ഒക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. വയറിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ പെയിൻ ഉണ്ടാവാൻ തുടങ്ങി ചെറുതായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഡെലിവറി ഏകദേശം അടുത്തൊക്കെ ആയി വരുമ്പോൾ വയറ് വലുതാവുന്ന വേദനയാണ്. നമ്മൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു വയറൊക്കെ വലുതായി വരുന്നതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും. അതൊക്കെയാണ് രണ്ടാമത്തെയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിയാണിത്. അപ്പോൾ ഫസ്റ്റത് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെയിനൊക്കെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീവർ, പനിയോ ഉണ്ടായിരുന്നില്ല. ബോഡി പെയിനോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടോ യൂറിൻ ഒഴിക്കുമ്പോൾ വേദനയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു അടിവയറിൽ ചെറിയൊരു പെയിൻ മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേങ്കിൽ പിറ്റേന്നായപ്പോൾ ചെറുതായിട്ടൊരു കടച്ചിലൊക്കെ പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യൂറിനിൽ പെട്ടെന്ന് ബ്ലഡ് കളറ് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനത് നോട്ട് ചെയ്തത്. യൂറിനിൽ ബ്ലഡ് കളറ് കണ്ടപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമുക്ക് ഭയങ്കര ടെൻഷനാവും. ഇത് യൂറിൻ്റെയാണോ ഡെലിവറിയുടെ ആണോ എന്താണെന്നൊക്കെ നമുക്ക് ആ കൺഫ്യൂഷനാവും. എന്തായാലും അപ്പോഴത്തേക്കും കുറച്ചുകൂടെ പെയിൻ കൂടാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി യൂറിൻ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷനാണ്. മൂത്രത്തിൽ പഴുപ്പ് അപ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ അതിനുള്ള ആൻറ്റിബയോട്ടിക്സും തന്നു. പക്ഷേങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചെങ്കിലും കുറവൊന്നും തോന്നുന്നില്ല. പിറ്റേന്നത്തേക്ക് ഈ ബ്ലഡ് കളർ കൂടി വരികയാണ് ചെയ്തത്. ബ്ലഡ് കളറ് കൂടി പെയിനാണെങ്കിൽ സഹിക്കാൻ പറ്റാതെയായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ പിന്നെ അവിടെ അഡ്മിറ്റാക്കി ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ യൂറിനിലുള്ള പഴുപ്പ് കുറഞ്ഞെങ്കിലും ബ്ലഡ് കളറ് മാറുന്നേ ഉണ്ടായിരുന്നില്ല. യൂറിൻ്റെ കളറും മാറിയിട്ടില്ല, പെയിനും കുറയുന്നില്ലായിരുന്നു. എത്ര പെയിൻ കില്ലറൊന്നും അധികമൊന്നും യൂസ് ചെയ്തിട്ടൊന്നും പെയിൻ അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. പിന്നെ പാരസെറ്റമോൾ IV ഒക്കെ കയറ്റിയതിന് ശേഷമാണ് കുറച്ചൊക്കെ പെയിൻ കുറഞ്ഞു വന്നത്. എന്നാലും പൂർണ്ണമായിട്ട് മാറിയില്ല. അങ്ങനെയാണ് അതൊരു കിഡ്നി സ്റ്റോണും കൂടി ഉണ്ടെന്നുള്ള സ്കാനിങ്ങിൽ ഡോക്ടർ പറയുന്നത്. അപ്പോൾ പിന്നീട് കിഡ്നി സ്റ്റോണിൻ്റെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ യൂറിനൊന്ന് ചേഞ്ചായിട്ട് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ചിലർക്കൊക്കെ ഇപ്പോൾ ഈ കിഡ്നി സ്റ്റോണ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആദ്യം യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ പിന്നെ തുടക്കത്തിൽ എല്ലാവർക്കും പനി, ബാക്ക് പെയിന്, അങ്ങനെ എന്തെങ്കിലും യൂറിനിൽ ബുദ്ധിമുട്ട്, വേദന, കടച്ചിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് തുടങ്ങാറ്. പക്ഷേ എനിക്ക് ഈ വിധ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ നേരത്തെ തുടങ്ങിയെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ അടിവയറ് വേദന പോലെയൊക്കെ തോന്നുവാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയോ പിന്നെ നന്നായിട്ട് എന്തായാലും ഒന്ന് യൂറിൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ നമ്മളൊന്ന് എന്തായാലും പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്കിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഓക്കെ ആയപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ 10 ഡേയ്സിലേക്കാണ് എനിക്ക് ടാബ്ലറ്റ് തന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ എനിക്കിത് മനസ്സിലാകാതെ പോയൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളായിരുന്നു.
ഡേ ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വരും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നെ അടിവയറിൽ വേദന വന്നപ്പോഴും അത് ചിന്തിക്കുന്നില്ല, ഈ UTI ആയിരിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും അത്യാവശ്യം വെള്ളം കുടിക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനൊരു ചാൻസ് ഉണ്ടാവില്ല എന്ന് തന്നെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡേ ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ നൈറ്റിൽ നമുക്കറിയാം, നമുക്ക് ഈ പ്രഗ്നൻസിയുടെ ലാസ്റ്റിലേക്ക് എടുക്കുമ്പോഴൊക്കെ ഇപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മുടെ വയറ് മൂത്രസഞ്ചിയിലേക്ക് അമങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുണ്ടാവും. പക്ഷേങ്കിൽ ഡേ ടൈമിലാകുമ്പോൾ നമ്മൾ എത്ര യൂറിൻ പാസ് ചെയ്താലും നമ്മൾ വീണ്ടും വെള്ളം കുടിച്ചിട്ട് അത് നമുക്ക് വെള്ളം നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ ഇതേപോലെ തന്നെ നൈറ്റിലും സംഭവിക്കും. നൈറ്റിലാകുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുണ്ടാവും. യൂറിൻ പാസ് ചെയ്ത് നമ്മൾ പക്ഷേ ഡേ ടൈമിൽ കുടിക്കുന്ന അത്രയും വെള്ളം നമ്മൾ നൈറ്റിൽ കുടിക്കുന്നില്ല. എനിക്ക് സംബന്ധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അത് നൈറ്റിലാണെങ്കിലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും വീണ്ടും യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ വീണ്ടും നന്നായിട്ട് നൈറ്റിലും വെള്ളം കുടിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്കൊക്കെ ചൂട് കുറച്ച് കൂടുതലായിരിക്കും. എപ്പോഴും നമ്മൾ നന്നായിട്ട് വിയർക്കും. അപ്പോൾ വിയർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും കുറേ വെള്ളം വിയർപ്പൊഴി അങ്ങോട്ട് നഷ്ടപ്പെടും നമുക്ക്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. അങ്ങനെ കുറേ വെള്ളം പോകുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മളെപ്പോഴും ഫാൻ ഉപയോഗിക്കും. ഫാൻ നമുക്കറിയാം നമ്മുടെ വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഫാന്. അപ്പോൾ നമ്മുടെ ജലാംശം കൂടുതൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഫാൻ ഇടുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മുടെ ബോഡിയിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റിലും ഡേ ടൈമിൽ ഉപയോഗിക്കുന്ന പോലെ നൈറ്റിൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നന്നായിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും കുടിക്കണം. കാരണം നമ്മൾ വിയർക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല പെയിനാണ്. ഇപ്പോൾ നമ്മളോട് യൂറോളജിനെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ യൂറോളജി പറഞ്ഞത് ഈ പ്രഗ്നൻസി ടൈമിൽ കിഡ്നി സ്റ്റോണും ഇപ്പോൾ കണ്ടുവരുന്നുണ്ടെന്നാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വയറ് വലുതാവുന്നതനുസരിച്ച് നമ്മുടെ കിഡ്നിയും നമ്മുടെ മൂത്രസഞ്ചിയൊക്കെ അമങ്ങുന്നതും ഇൻഫെക്ഷനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അമങ്ങിയിരിക്കുന്നതും ഇതൊക്കെ കുറച്ച് സാധാരണ ഈ ഡെലിവറി കഴിയുന്നതോടെ ഈ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായിട്ടും ചിലർക്ക് മാറും, ചിലർക്ക് അതുണ്ടാവും. അത് നമ്മൾ വീണ്ടും സ്കാൻ ചെയ്ത് നമുക്കത് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ചിലർക്ക് ഇതോടെ മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ ചെറിയ അടിവയർ വേദന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ തന്നെ, എന്തെങ്കിലും അങ്ങനെ കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചെന്നിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുക. കാരണം പനിയോ മറ്റ് ലക്ഷണങ്ങളൊന്നും നമുക്ക് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഉണ്ടായേക്കാം, പക്ഷേ ചിലർക്കൊന്നും ഉണ്ടാവാതെയും വരാം. അപ്പോൾ എനിക്ക് അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം മുതലേ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, രാത്രിയിലൊക്കെ കഴിക്കുക. പിന്നെ നമുക്കറിയാം, നമ്മളിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇന്നേഴ്സൊക്കെ ഭയങ്കര വെറ്റായിട്ടിരിക്കും. അതൊക്കെ ഇൻഫെക്ഷനൊക്കെ കാരണമാവും. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുക. എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ സോപ്പൊക്കെ ആണെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള അങ്ങനെയൊന്നും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ എനിക്ക് വന്ന ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ വരാതിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. ഓക്കെ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.